നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നു അടിച്ച ചായയും പൊരിച്ച പഴം കട്ട്ലേറ്റും. വരൂ നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം. നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. പഴം തൊലി കളഞ്ഞ് ചെറുതായി അരിയുക. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അരിഞ്ഞു വെച്ച പഴം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി നെയ്യ് പഴത്തിൻ്റെ മുകളിലേക്ക് കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായി കുഴഞ്ഞു വരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നാളികേരം ചിരുകിയത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ബ്രെഡ് പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പഴം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായി പഴം മിക്സ് നമ്മളെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചുണ്ടെങ്കിൽ ആ അച്ചിലോ വെച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതിനെ ഉരുട്ടിയെടുക്കാം. 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് മുക്കുക. ബ്രെഡ് പൊടിച്ചതിലേക്ക് നല്ല രീതിയിൽ അതിനെ മറിച്ചും തിരിച്ചും അതിനെ മുക്കിയെടുക്കാം. നേരെ എണ്ണ ചൂടായതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് മറിച്ചും തിരിച്ചിട്ട് നമുക്കത് വേവിച്ച് എടുക്കാവുന്നതാണ്. പഴവും മറ്റു മിക്സെല്ലാം നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ പേരിൽ അധികം നേരം എണ്ണയിലിട്ട് മൊരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. അത് കരിയാത്ത രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അത് നമുക്ക് കോരിയെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് ഓരോ ബാച്ചുകളായിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഴം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ച ചായയും കൂടി ഉണ്ടാക്കി നമുക്കത് കഴിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിച്ച ചായയും പൊരിച്ച പഴം കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് മെസ്സേജിലൂടെ അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.